ഈ ചടങ്ങിൻ്റെ മോഡറേറ്റർ എൻ്റെ സ്നേഹിതൻ മുസ്തഫ, നിങ്ങളുടെയൊക്കെ പ്രിയങ്കരനായ റഹീം സാഹിബ്, ഇവിടെ ആമുഖമായി ചില കാര്യങ്ങൾ പറഞ്ഞ ബാബു ചേട്ടൻ, സഹോദരി സഹോദരന്മാർ, മുസ്തഫ പറഞ്ഞ ഇവിടെ ഇത്തരമൊരു പരിപാടിയിൽ കുറേ കൂടി സജീവമായി പങ്കെടുക്കേണ്ടിയിരുന്നത് ചെറുപ്പക്കാരായിരുന്നു. പക്ഷേ അദ്ദേഹം പ്രതീക്ഷിച്ച രീതിയിൽ ചെറുപ്പക്കാർ വന്നിട്ടുണ്ടോ എന്നൊരു സന്ദേഹം അദ്ദേഹം പഠിപ്പിച്ചു. പക്ഷെ ഞാൻ നോക്കുമ്പോൾ എല്ലാം ചെറുപ്പക്കാർ. ഇവിടെ ആരാ ഇവിടെ പ്രായമുള്ള ആൾക്കാർ? എവിടെയോടെ മുസ്തഫ പ്രായമുള്ള ആൾക്കാർ ഇവിടെ ആരുടെ? ആകെ ഒരാളെ ഞാൻ കാണുന്ന ഇവിടെ ഇരിക്കണം, നമ്മുടെ ഒരു ആളെയാണ്. പക്ഷെ മൂപ്പർ സമ്മതിക്കാനൊരു സാധ്യത കാണുന്നില്ല. അതെ, അപ്പം ചെറുപ്പം എന്നൊക്കെ പറഞ്ഞാൽ അത് മനസ്സിൻ്റെ ഒരു അവസ്ഥയാണ്. ഏജ് ഈസ് എ നമ്പർ. അതൊരു ശരീരത്തിന് വരുന്ന മാറ്റമല്ല, വെറും നമ്പറാണ്. ഇപ്പം ഇവിടെ ഇരിക്കുന്ന ചില ചെറുപ്പക്കാരുണ്ട്, ഒരു വേണമെങ്കിൽ ഇവിടെ ഇരിക്കുന്ന മുമ്പിലിരിക്കുന്ന ആൾക്കാരെക്കാളും വൃദ്ധന്മാരായിരിക്കും മാനസികമായിട്ട്. ഞാൻ പറഞ്ഞത് ശരിയല്ല മോളെ? അല്ലേ? എൻ്റെ പേരെന്താ? കാജൽ. ഇവിടെ സിനിമ എന്നിട്ട് കാജലിൻ്റെ അല്ല, ഓരുടെ പേരും കാജൽ എന്നാണ്. ആ പേര് കണ്ടിട്ട് എൻ്റെ ബാപ്പയും ഉമ്മയിട്ടാണ് അത്. സാധ്യതയുണ്ട്. അവളെ ചിരിക്കുന്നുണ്ട്. ഇരിക്കുക കാജലേ. എനിക്കാണെങ്കിൽ ഈ കാജലിനെ നേരിട്ട് കാണാൻ ഒരു ഭാഗ്യം ഉണ്ടായിട്ടില്ല. പക്ഷെ ഇവിടെ ഒരു കാജലിനെ കണ്ടല്ലോ, അതെൻ്റെ ഭാഗ്യം. അതെ, നമ്മുടെ ഭരണഘടനാ ശില്പിയായിട്ടുള്ള അംബേദ്കർ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഈ ഭരണഘടന, ഈ കനപ്പെട്ട ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഇനിഷ്യേറ്റ് ചെയ്യുന്ന സമയത്ത് എത്ര നല്ല ഭരണഘടനയാണെങ്കിലും അത് കൊള്ളാത്തവരുടെ കൈ കിട്ടിയാൽ, അല്ലോടെ മുസ്തഫ അങ്ങനെയല്ലേ പറഞ്ഞേ? കൊള്ളാത്തവരുടെ കയ്യിൽ കിട്ടിയാൽ ഒരു കാര്യമില്ല. ഇനി എത്ര മോശം ഭരണഘടനയാണെങ്കിലും നല്ലവരുടെ കയ്യിൽ കിട്ടിയാൽ അതിൻ്റെ ഗുണപരമായ സ്വാധീനമുണ്ടാവും. ഇന്ത്യൻ ജനാധിപത്യം സാർത്ഥകമായി 75 വർഷം കഴിഞ്ഞ് ഒരുപക്ഷെ നമ്മുടെ കാതുകളിൽ പ്രതിധ്വനിക്കുന്നത് അംബേദ്കറുടെ ഈ വാക്കുകളാണ്. നോക്കുക, ലോകം വളരെ ശ്രേഷ്ഠമെന്ന് കരുതി ഇന്ത്യൻ ഭരണഘടന ഇന്ന് ആരാണോ കൈകാര്യം ചെയ്യുന്നത് അവരുടെ കൈകളിൽ എത്രത്തോളം വികലമാക്കപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഒരു സാക്ഷ്യപത്രം നമ്മുടെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എന്നോട് പറഞ്ഞിരിക്കുന്നത് ആമുഖമായിട്ടൊരു 15-20 മിനിറ്റ് സംസാരിക്കണം. അത് കഴിഞ്ഞ് എന്നെ നിശിതമായി വിചാരണ ചെയ്യുന്ന രീതിയിൽ ഇവിടെയുള്ള ആൾക്കാർ ചോദിക്കും. ആ ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ വിധേയനാകണമെന്നാണ് ഇവിടെ സംഘാടകർ എന്നോട് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളോട് ബാബു അങ്ങനെയല്ലേ പറഞ്ഞതിൻ്റെ അടുത്ത്? ജവഹർലാൽ നെഹ്റു ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വന്ന ശേഷം പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. നെഹ്റുവിൻ്റെ വാക്കുകളാണ്. നിങ്ങൾ ആർക്ക് വേണമെങ്കിലും വോട്ട് ചെയ്തോളൂ, വോട്ട് ചെയ്യണം. എനിക്ക് ഒരു പക്ഷേ ഈ ഒരു മീറ്റിങ്ങിൽ ഞാൻ വേറൊന്നും പറയുന്നില്ല. എന്താ കാരണം, ഇതൊരു തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗമൊന്നുമല്ല. ഇപ്പോൾ കൊടുവള്ളിയും ഞാനും തമ്മിലൊന്നും നല്ല ആത്മബന്ധമുള്ളവർ. ഇപ്പോൾ 2, 3, 4ാമത്തെ പരിപാടി റഹീം സാഹിബ് ഇവിടെ നടക്കണേ. എൻ്റെ സ്വന്തം നാട്ടിൽ തന്നെ ഇത്രയും പരിപാടിക്ക് ഞാൻ പോകാറില്ല. വോട്ട് ചെയ്യണം. വോട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ഈ വോട്ട് എന്തിനു വേണ്ടിയാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാലോചിക്കണം. ഇതാണ് നെഹ്റു പറഞ്ഞത്. നിങ്ങൾ ആദ്യം മനനം ചെയ്തിട്ട് എൻ്റെ വോട്ട് കൊണ്ട് ഈ രാജ്യത്തുണ്ടാകാൻ പോകുന്ന ചലനം, മാറ്റം, സ്വാധീനം എന്തായിരിക്കുമെന്ന് ഒന്ന് ചെറുതായി ആലോചിച്ച ശേഷം വോട്ട് ചെയ്തോളി. അല്ലാതെ ഇന്ന ആൾക്ക് വോട്ട് ചെയ്യണമെന്നോ വോട്ട് ചെയ്യേണ്ടെന്ന് ഞാൻ പറയില്ല എന്ന് പറഞ്ഞു. ഇത് ജവഹർലാൽ നെഹ്റുവിൻ്റെ വാക്കാണ്. ഒരുപക്ഷെ ഈ ഒരു ഒത്തുചേരലിൽ എനിക്കും പറയാനുള്ളത് അതാണ്.
ഒന്ന് ആലോചിച്ചിട്ട് നിങ്ങൾ വോട്ട് ചെയ്യുക. ഞാനൊരു രാഷ്ട്രീയ മീമാംസ പഠിച്ചൊരു വിദ്യാർത്ഥിയാണ്, പൊളിറ്റിക്കൽ സയൻസിൻ്റെ വിദ്യാർത്ഥിയാണ്. ഇവിടെ പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥികൾ ആരെങ്കിലും ഉണ്ടോ? 1 2 പേര്. മോളുടെ പേരെന്താണ്? നന്ദന. നീ ഏതാ പൊളിറ്റിക്കൽ സയൻസ് എന്ത് പഠിച്ചാണ്? കേരള ഓർമ്മ. ഞാൻ പഠിച്ച കോളേജില്ല. എന്ത് പഠിച്ചു നീ? എന്താ പഠിച്ച? ഡിഗ്രി. അത് കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കാൻ പോയാ? അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ PG കഴിഞ്ഞു. നിന്നെ കണ്ട ഇങ്ങനെ അഹങ്കാരമൊന്നും ഇല്ലല്ലോ, വളരെ നന്ദന. എന്നിട്ട് PG കഴിഞ്ഞു, എന്നിട്ട് ഇപ്പം B.Ed ചെയ്യുന്നു. 1 വർഷം കഴിഞ്ഞു, സെക്കൻഡ് ഇയർ B.Ed ചെയ്യുന്നു. ഇവിടെ മറ്റേ ഒരു സാധിക്കുന്നൊരു വിദ്വാനാണ് എന്നെ കൊണ്ടുകൊണ്ട് വന്നു. ഓനിപ്പോൾ M.Ed പഠിച്ചുകൊണ്ടിരിക്കുക. എവിടെ പോയി ഓൻ പോയാ? സാധിക്കേ. അവൻ എന്നെ മുഖത്ത് നോക്കുന്നില്ല. അപ്പം എന്താ കാരണം? ചില കാര്യങ്ങൾ അവനെക്കുറിച്ച് എനിക്ക് കിട്ടിയിട്ടുണ്ട് വരും. അതുകൊണ്ട് ഒരു കളലക്ഷണം എൻ്റെ മുഖത്ത് കാണുന്നുണ്ട് ഇപ്പം. അപ്പം നന്ദന പൊളിറ്റിക്കൽ സയൻസ് പഠിച്ചല്ലോ. വേറൊരാളും കൂടി ഉണ്ടല്ലോ അവിടെ. മോനെ, നീ എന്താ പഠിച്ചേ? ഫൈനൽ ഇയർ ആണ്. ഡിഗ്രി ഫൈനൽ ഇയർ. ഏത് കോളേജിലാണ്? ഇവിടെ ഗോൾഡൻ ഹിൽസ്. ഓക്കെ. ഈ മൈക്കിനൊക്കെ തരാറുണ്ട് കേട്ടാ. എന്താണെന്നറിയില്ല, ഈ അടുത്ത കാലത്ത് മൈക്കുകളെല്ലാം വർഷത്തിലാണ്. ഇത്ര ഇടങ്ങേറുള്ളൊരു സാധനം വേറെ കാണാനില്ല. ഇത് എന്താണെന്നറിയില്ല. നമുക്ക് ഈ മൈക്കിനോട് അങ്ങനെ മോശമായിട്ട് പെരുമാറാനും പറ്റില്ല. അതാരെങ്കിലും ഫോണിലെടുത്തിട്ട് ഉടനെ കൊടുത്തു കളയും. അപ്പോൾ നമ്മൾ ഈ മൈക്കിൻ്റെ ഈ സൂത്രക്കാർ ശ്രദ്ധിക്കണം. എന്താ കാരണം വെച്ചാൽ അത് വളരെ കൃത്യമായിട്ട് വെക്കണം. ഇപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് പഠിച്ചവരുണ്ട് 2 പേര്. പൊളിറ്റിക്കൽ സയൻസിൽ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. പക്ഷെ അത് നിങ്ങളും പഠിക്കേണ്ട കാര്യമാണ്. നമ്മുടെ ഈ ഇന്ത്യൻ ഡെമോക്രസി ചലനാത്മകമാകണമെങ്കിൽ ഒന്ന് ഭരണഘടന അനുസൃതമായിട്ട് ഭരിക്കണം. നമ്മൾ അംഗീകരിക്കുന്ന ഭരണസമ്പ്രദായം എന്ന് പറഞ്ഞാൽ വലിയ ദുരൂഹമായിട്ടുള്ള ഏർപ്പാടൊന്നുമല്ല. ആരാണോ തിരഞ്ഞെടുക്കപ്പെടുന്നത് അവര് പാർലമെന്റിനോട് വിധേയപ്പെട്ട് പ്രവർത്തിക്കണം. ഇപ്പം മോഡി ഗവൺമെന്റ് ആണെങ്കിൽ പാർലമെന്റിനോട് വിധേയപ്പെട്ട് പ്രവർത്തിക്കണം. അതിന് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ദ ഗവൺമെന്റ് ഷുഡ് ബി അക്കൗണ്ടബിൾ ടു ദി ലെജിസ്ലേച്ചർ. ഇനി ലെജിസ്ലേച്ചർ, അതായത് നിയമനിർമ്മാണ സഭയുടെ ഭാഗമായിട്ടുള്ള, ഇപ്പോൾ റഹീം സാഹിബ് നിയമസഭയുടെ ഭാഗമാണ്, ഞാൻ പാർലമെന്റിന്റെ ഭാഗമാണ്. അവർ ജനങ്ങളോട് വിധേയപ്പെട്ട് പ്രവർത്തിക്കണം. ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അകക്കാമെന്ന് പറയണം. എന്നോട് നന്ദന, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എന്തെങ്കിലും തെറ്റ് പറയുന്നുണ്ടോ നീ കൈപ്പൊക്കി വേണം കേട്ടാ. ഇത് നടക്കുന്നുണ്ടോ എന്ന് മാത്രം നമ്മൾ പരിശോധിച്ചാൽ മതി. ഇതാണ് അതിൻ്റെ അകക്കാമ്പ്. ഇതിൽ നിന്നാണ് ബാക്കി എല്ലാം വികസിക്കുന്നത്.